ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ ഏറ്റവും പുതിയ 5 GB ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അപ്പോൾ പുതിയ 5 GB എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്, പഴയ EV ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ അപ്ഡേറ്റഡ് ടാറ്റ പഞ്ച് EVയിലെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള എംപവേർഡ് പ്ലസ് എസ് വേരിയന്റ് ആണിത്. പുതിയ പഞ്ച് EVയിൽ ശരിക്കും 5 വേരിയന്റ് ആണ് ഇപ്പോൾ ടാറ്റ കൊടുത്തിരിക്കുന്നത്. ബേസ് വേരിയന്റ് ആയിട്ട് നമ്മുടെ സ്മാർട്ട് വേരിയന്റ്, സെക്കൻഡ് വേരിയന്റ് സ്മാർട്ട് പ്ലസ് വേരിയന്റ്. ഈ സ്മാർട്ട് പ്ലസ് വേരിയന്റിൽ തന്നെ നമുക്കിപ്പോൾ ലോങ് റേഞ്ച് ഓപ്ഷനും അവൈലബിൾ ആണ്. തേർഡ് വേരിയന്റ് അഡ്വഞ്ചർ വേരിയന്റ്, പിന്നെ എംപവേർഡ്, നിങ്ങൾ ഈ കാണുന്നത് ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള എംപവേർഡ് പ്ലസ് വേരിയന്റ്. പുതിയ പഞ്ചിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ടാറ്റ മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ബാറ്ററി പാക്കിലാണ്. കാരണം ഇപ്പോൾ 30 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞ് മീഡിയം റേഞ്ചും ലോങ് റേഞ്ചും നമുക്ക് 40 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കുമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പഴയ പഞ്ചുമായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് ഈ വാഹനത്തിനും വരുന്നത്. കളർ ടോണിലും പുതിയ കുറെ കളറൊക്കെയാണ് ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയ പഞ്ച് EVയിൽ ഒരു കണക്റ്റഡ് DRL ഉണ്ടായിരുന്നു. അത് ഈ പഞ്ചിലേക്ക് വന്നപ്പോൾ ടാറ്റ അത് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മുടെ വശങ്ങളിൽ മാത്രം കാണുന്ന DRLs ആണ് അത് കൊടുത്തിരിക്കുന്നത്. അതിന് ടാറ്റ പറയുന്നത് സ്മാർട്ട് DRLs എന്നാണ്. അത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലുമാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് LED ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ വേരിയന്റുകളിലും LED ഹെഡ്ലൈറ്റുകളാണ്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴാണ് പ്രൊജക്റ്റഡ് LED ഹെഡ്ലൈറ്റ് വരുന്നത്. അതിന് താഴെ നമുക്ക് പ്രൊജക്റ്റഡ് ഫോഗ് ലാമ്പ് കാണാനായിട്ട് പറ്റും. അത് കോർണറിംഗ് ഫംഗ്ഷനോട് കൂടിയ ഫോഗ് ലാമ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഹെയർ ഇൻടേക്ക് പോലെ തോന്നിക്കുന്ന സ്കൂപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ടിലെ ബമ്പറിന്റെ കളർ നമുക്കൊരു ഗ്രേ ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വാഹനം നമുക്കൊരു സൂപ്പർനോവ കോപ്പർ എന്ന് പറഞ്ഞ കളറാണ്. അതിൽ ഒരു ഡ്യുവൽ ടോൺ കൊടുത്തിരിക്കുന്നു. റൂഫ് നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ഉണ്ടായിരുന്ന ഈ പോർഷൻസ് എല്ലാം ടാറ്റ ഒരു ഗ്രേ കളറിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കളർ പെട്ടെന്ന് നരയ്ക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു ഡ്യുവൽ ടോൺ ഈ ഒരു കളറിലേക്ക്, അത് സൂപ്പർനോവ കളറിന് അത് മാച്ച് ആയിട്ടാണ് വരുന്നത്. പക്ഷേ മറ്റു കളറിൽ അത്ര ഒരു എഫക്റ്റീവായിട്ട് അത് തോന്നിയില്ല. ഈ ബമ്പറിന്റെ പോർഷൻസിനെല്ലാം നമുക്ക് ആ ഒരു കളർ ടോൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 195 mm ആണ് ഇപ്പോൾ പഞ്ച് EVയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ട് 360 ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ടിലെ ക്യാമറ കാണാനായിട്ട് പറ്റും. ടാറ്റയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. പണ്ടത്തെ DRLന്റെ പോർഷൻസിൽ ഇപ്പോൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ പഞ്ച് EV ആയിട്ട് സിമിലർ ലുക്ക് കാര്യങ്ങളാണ് വരുന്നത്. കാരണം സെയിം അലോയ്സ് തന്നെയാണ് ഈ വാഹനത്തിലും കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ടോപ്പ് എൻഡിൽ നമുക്ക് 195/60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. പഴയ പഞ്ച് EVയുടെ ലോങ് റേഞ്ച് വേർഷനിൽ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് ഫ്രണ്ടിൽ മാത്രമാണ് ഡിസ്ക് ബ്രേക്ക് വരുന്നുള്ളൂ. വാഹനത്തിന് ചുറ്റുപുറം നമുക്ക് ആ ഒരു ഗ്രേ കളറിലുള്ള ക്ലാഡിങ് പോകുന്നത് കാണാം. എനിക്ക് എന്തുകൊണ്ടോ ആ ഗ്രേ കളറിനേക്കാളും കുറച്ചും കൂടി ഭംഗിയാവുക അത് ബ്ലാക്ക് ആയാലാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ടാറ്റ.EV എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. മിറേഴ്സും നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. ഒരു ഡ്യുവൽ ടോൺ കളറാണ്. അതിന് മിറേഴ്സിനകത്ത് നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഓട്ടോ ഫോൾഡിംഗ് ആയിട്ടുള്ള മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡോർ ഹാൻഡിൽസിൽ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് നമുക്ക് ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ട്രെയിൻ ഗ്ലാസുകളാണ്. നമ്മളുടെ ബി പില്ലർ സി പില്ലർ എല്ലാം മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. റൂഫ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. റൂഫ് റെയിൽസ് വരുന്നുണ്ട്. നമുക്കൊരു സിംഗിൾ ഡെൻ സൺറൂഫും കാണാം. ബാക്കിലേക്ക് ഷാർഫിൻ ആന്റിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. നമ്മളുടെ അപ്ഡേറ്റ് ചെയ്തു വന്ന പഞ്ചായിട്ടും പഴയ പഞ്ച് EV ആയിട്ടൊക്കെ ലുക്ക് വശങ്ങളിലൊക്കെ സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ റീസെന്റ് അപ്ഡേറ്റ് ചെയ്ത പെട്രോൾ പഞ്ചുമായിട്ട് സിമിലർ ലുക്കാണ് ബാക്കിൽ വരുന്നത്. ആകെ വരുന്ന ഒരു ഡിഫറൻസ് നമ്മളുടെ ബമ്പർ പോർഷൻസിലെ കളർ ചേഞ്ച് ചെയ്ത് ബ്ലാക്കിന് പകരം ഗ്രേ ആയി എന്നുള്ളതാണ്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസൈൻ തന്നെ ഒരു ചെറിയ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അത് എൻഡ് പോർഷൻ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ബാക്ക് ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ടോപ്പ് എൻഡ് വേരിയന്റിൽ വരുന്നുണ്ട്. ഈ ഒരു പോർഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ്, ഇത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. സെന്റർ മൗണ്ടഡ് ആയിട്ട് താഴെയായിട്ടാണ് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് ഇവിടെ ഒരു റിവേഴ്സ് ക്യാമറയും കാണാം. പഞ്ച്.EV എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പോർഷൻസിൽ നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം. ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്കൊരു
സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തോ ഫ്രണ്ടിൽ നിന്ന് അത് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിൽ ആ ഒരു സിൽവർ സ്കിഡ് പ്ലേറ്റും നമുക്ക് കാണാം. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് പാഴ്സൽ ട്രേ വരുന്നുണ്ട്. സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു 366 ലിറ്ററിന്റെ ബൂട്ടാണ് നമ്മുടെ പഞ്ച് ഇത് വരുന്നത്. സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്പ്ലിറ്റ് ഫോൾഡിംഗ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്കൊരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. സ്പെയർ വീൽ ഇതിനകത്ത് ടാറ്റ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പെയർ വീല് നമുക്ക് പഞ്ച് വീൽ എന്തുകൊണ്ടോ മിസ്സിംഗ് ആണ്. സ്പെയർ വീല് പഞ്ച് വീല് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനിയിപ്പോ ഈ ഒരു വാഹനത്തില് സ്പെയർ വീല് മാറ്റിയിരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താണെങ്കിലും ഇതിനകത്ത് സ്പെയർ വീല് നമുക്ക് മിസ്സിംഗ് ആണ്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് പുതിയ പഞ്ച് വീല് കിട്ടുക. ഒരു വൈറ്റ് ആൻഡ് ഒരു ഗ്രേ കോമ്പിനേഷനിൽ വേണമെങ്കിൽ പറയാം. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രേ ഫിനിഷാണ് വരുന്നത്. ബ്ലാക്ക് അല്ല, ഒരു ലൈറ്റ് ഗ്രേ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോന്റെ കൺട്രോളുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് ഐ ടോഗിൾ ബട്ടൺസ് എന്നാണ് ടാറ്റ പറയുന്നത്. അതിന് ഫ്രണ്ടിലായിട്ട് നമുക്ക് മിറർ ഫോൾഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അകത്തെ ഡോർ ഹാൻഡിൽസ് നമുക്കൊരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷിലാണ്. താഴെ സ്പീക്കർ ഗ്രില്ല് കാണാം. ടൂട്ടർ ഗ്രില്ല് കൊണ്ട് ടൂട്ടേഴ്സ് ഒന്നും ഒരു വേരിയന്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ടോപ്പ് എൻഡ് വേരിയന്റിൽ ലെതറിറ്റ് വെന്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള വലിയ സീറ്റുകളാണ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഹൈറ്റ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ വെന്റിലേഷന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത് ഓട്ടോമാറ്റിക് മീൻസ് EV ആയതുകൊണ്ട് ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതെല്ലാം നമ്മളെ നോർമൽ പഞ്ച് EVയിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നതാണ്. ആ പഞ്ച് EVയുടെ മറ്റേ ഡ്രൈവ് മോഡുകളാണ് ശരിക്കും നമുക്ക് ഈ ഒരു പോർഷൻസിൽ വരിക. AC വെന്റ്സിന് ചുറ്റില്ല നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഇനി അകത്തു നിന്നുള്ള മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. പഞ്ച് EV ടോപ്പ് എൻഡ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റീരിയറിലെ ലേ ഔട്ട് എല്ലാ പഞ്ചിലും സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് EV ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് ആ പഴയ പഞ്ചിന്റെ ഓൾമോസ്റ്റ് ഐഡന്റിക്കലാണ്. പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഇന്റീരിയറിൽ ടാറ്റ കൊണ്ടുവന്നിട്ടില്ല. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ടോപ്പ് എൻഡ് വേരിയന്റ് ആയതുകൊണ്ട് ഒരു ലെതറിറ്റ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഇന്നർ പോർഷൻ ഒരു വൈറ്റ് ഫിനിഷിൽ, അതിനകത്തൊരു ലൈറ്റ് ഗ്രീൻ സ്റ്റിച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് ബാക്ക് ലൈറ്റഡ് ആണ്. ഫുള്ളി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസുമാണ് വരുന്നത്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഇടതുവശമായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് ഓട്ടോ വൈപ്പേഴ്സിന്റെ ഫീച്ചർ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ അഡീഷണലി ഇതിനകത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ റീജിയൻ കൺട്രോൾ ചെയ്യാനുള്ള 2 പാഡിൽ ഷിഫ്റ്റേഴ്സും കാണാനായിട്ട് പറ്റും. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടൊരു 10.25 ഇഞ്ചിന്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം ഇൻഫർമേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ റീഡബിൾ ആയിട്ടുള്ള ഒരു സ്ക്രീനാണ്. അത് നമുക്ക് 3-4 ഡിസ്പ്ലേ മോഡുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അതിന്റെ ലേ ഔട്ട് ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാം. ഒരു 3 ലേ ഔട്ട് ഓപ്ഷൻസിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് റിയൽ ലൈഫ് റേഞ്ച് കാര്യങ്ങൾ, എത്ര % ചാർജ്, അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തുള്ള ഇൻഫർമേഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ ഈ സൈഡിലുള്ള ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് TPMS ഡയറക്റ്റ്ലി കാണാനായിട്ട് പറ്റും. പിന്നെ എമർജൻസി അനാലിസിസ്, പിന്നെ മീഡിയയുടെ കൺട്രോൾസ്, നാവിഗേഷൻ നമുക്ക് അതിനകത്ത് കിട്ടും. അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനം 99% ആണ് ചാർജ്. ഞാൻ ഈ വാഹനം കുറച്ചധികം നേരമായി ഓൺ ചെയ്ത് ഇതിനകത്ത് കയറി ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുന്നു. സ്റ്റിൽ 304 കിലോമീറ്റർ ഓടാൻ പറ്റുമെന്നാണ് ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാറ്റയുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ ഒരു 10.25 ഇഞ്ചിന്റെ സ്ക്രീനാണ്. അപ്പോൾ ഡ്യുവൽ 10.25 ഇഞ്ചിന്റെ സ്ക്രീനാണ് വരുന്നത്. ഈ മീഡിയ സ്ക്രീനിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ AC ഓട്ടോമാറ്റിക് AC ആയതുകൊണ്ട് അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ കാണാം. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വളരെ റീഡബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. ക്ലൈമറ്റ് കൺട്രോളിന്റെ ഡയറക്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ടുള്ള ക്ലൈമറ്റ് കൺട്രോളിന്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ ഓപ്ഷൻസ്, ഫോണിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു, റേഡിയോ സെറ്റിങ്സ്, പിന്നെ നമുക്ക് സൗണ്ട് ഡെമോ, സറൗണ്ട് വ്യൂ, 360 ക്യാമറയുടെ സറൗണ്ട് വ്യൂ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാം. നമുക്കിപ്പോൾ വാഹനം റിവേഴ്സ് ഇടുന്ന സമയത്ത് 360 ക്യാമറ ലഭിക്കും. പിന്നെ ഈ ഒരു ബട്ടണിൽ നമുക്കിവിടെ വ്യൂ 360 വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് 360 ക്യാമറ ലഭിക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററും വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ വശത്തെ ഒരു ക്യാമറ നമുക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. റൈറ്റിലേക്കാണെങ്കിൽ റൈറ്റ് വ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ ആ ഒരു
ഇൻഡിക്കേഷനോട് കൂടി റൈറ്റ് വ്യൂ എന്നുള്ള രീതിയിൽ ഇൻഡിക്കേഷനോട് കൂടി ആ ക്യാമറ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ക്യാമറകളെല്ലാം നല്ല HD ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഹാർമണിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. 4 സ്പീക്കറാണ് വരുന്നത്. ട്യൂട്ടേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ ഒരു വേരിയൻറ്റിലും തന്നെ വരുന്നില്ല. ഉള്ളത് നല്ല ക്ലാരിറ്റിയിൽ നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻസിന് ചുറ്റും എല്ലാം നമുക്കൊരു സിൽവർ ടച്ച് കാണാം. ഹസാർഡ് ലൈറ്റ് ഈ ഒരു പോർഷനിൽ നിന്ന് ഒഴിവാക്കി താഴത്തേക്ക് വന്നിട്ടുണ്ട്. താഴേക്ക് വന്നാൽ ഒരു ടച്ച് പാഡ് യൂണിറ്റ് ആണ്. അത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടാറ്റയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന സെയിം രീതി തന്നെയാണത്. അതിനകത്ത് നമുക്ക് ബാക്കിലെ ഡിഫോഗറിൻ്റെ ബട്ടൺ, ഹിൽ ഡിസൈൻ കൺട്രോൾ, ഓട്ടോ നമ്മുടെ ഹസാർഡ് ലൈറ്റ്, ലോക്ക് ആൻഡ് അൺലോക്ക്, 360 വ്യൂ, പിന്നെ AC കൺട്രോൾസ്, പിന്നെ അതിൻ്റെ AC റിലേറ്റഡ് ആയിട്ടുള്ള ബട്ടൺസ് കാണാനായിട്ട് പറ്റും. ഈ സെൻറ്റർ കൺസോളിലെല്ലാം നമുക്കൊരു വൈറ്റ് ഫിനിഷാണ് ഇത്തവണ ടാറ്റ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇന്റീരിയറിൽ ഒരു എക്സ്റ്റീരിയറിൽ കണ്ട ഓൾമോസ്റ്റ് സിമിലർ ഗ്രേ പ്ലസ് അകത്തൊരു വൈറ്റ് ഫിനിഷ്. അതുകൊണ്ട് അത്യാവശ്യം പ്ലസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റൂമി ആയിട്ടുള്ള ഇന്റീരിയർ ആയിട്ട് നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ ഒരു 65 വാട്ട്സിന്റെ ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട്, വയർലെസ് ചാർജിംഗ് പാഡ് ഈ വേരിയന്റിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ജുവൽ ടൈപ്പ് ആയിട്ടുള്ള ഗിയർ സെലക്ടർ കാണാം. അതിനകത്ത് ടോപ്പിൽ തന്നെ ഒരു ഡിസ്പ്ലേ കാണാം. അതിനകത്ത് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് ആ ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഡ്രൈവ് മോഡുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ നമുക്ക് സ്പോർട്ട് മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 289 ആയിട്ട് റേഞ്ച് മാറുന്നുണ്ട്, സ്പോർട്ടിലേക്ക് മാറും. പിന്നെ നമുക്ക് ഉള്ളത് സിറ്റിയാണ് 304. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഈക്കോ കാണാനായിട്ട് പറ്റും. ഈക്കോയിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 319 ആയിട്ടും അത് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഡ്രൈവ് മോഡുകളുടെ ഓപ്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മുടെ ഓട്ടോ പാർക്ക് ബ്രേക്ക് ആൻഡ് ഓട്ടോ ഹോൾഡിൻ്റെ ഫീച്ചറാണ്. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോടും ഫോളോ മി ഹോമിൻ്റെ ഹെഡ് ലാമ്പിനോട് കൂടിയ പഴയ നെക്സോണിലൊക്കെ കണ്ട സെയിം കീ തന്നെയാണ് പഞ്ചിലും ടാറ്റ കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ടോപ്പിൽ സോഫ്റ്റ് ടച്ച് ആൻഡ് ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും വരുന്നുണ്ട്. വെന്റിലേഷൻ ഓപ്ഷനോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന നെക്സോണിലൊക്കെ കാണാൻ അത്രയും വലിപ്പമുള്ള വലിയ സീറ്റുകൾ തന്നെ കൊടുത്തിരിക്കുന്നു. അതൊരു വൈറ്റ് ഫിനിഷിനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പെട്ടെന്ന് ചെളിയാവാനായിട്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് വരുന്നത്. കോ ഡ്രൈവേഴ്സിൽ സൺവൈസസ് വിത്ത് മിററാണ്, ലൈറ്റ് ഒന്നും വരുന്നില്ല. ഓട്ടോ ഡിമ്മിംഗ് ഉള്ള IR VMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്, സിംഗിൾ റിൻ സൺറൂഫ്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസും നമുക്ക് അകത്ത് കാണാം. റീഡിംഗ് ലൈറ്റുകളെല്ലാം നമുക്ക് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് കൊടുത്തത്. ലൈറ്റ് ഫീച്ചറോട് കൂടി അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു ഗ്ലോ ബോക്സും നമുക്ക് ഇതിനകത്ത് കാണാം. ഇതാണ് നമ്മുടെ പഞ്ച് EV. ഈ സെഗ്മെന്റിലെ മറ്റ് EV വാഹനങ്ങളായിട്ട് നോക്കുമ്പോൾ പഞ്ച് EV ഒരു എക്സ്ട്രാ ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനമാണെന്ന് പറയാം. ഇനി ഇന്റീരിയർ ലേഔട്ട് കാര്യങ്ങളും മറ്റെല്ലാം നമുക്ക് നോർമൽ പഞ്ചുമായിട്ട് ഐഡന്റിക്കലായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് നമുക്ക് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. അത് പഞ്ച് EVയുടെ 4 ഡോറുകൾ നമുക്ക് 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കാൻ പറ്റും. അതിൽ കയറി ഇറങ്ങാനൊക്കെ എളുപ്പമാണ്. ഡോർ പാഡ് നമുക്ക് ആ ഒരു വൈറ്റ് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. മറ്റേ ഐറ്റോഗിൾ ബട്ടൺ തന്നെയാണ് ബാക്കിലും കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷിൽ കാണാം. അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഒന്നും തന്നെ വരുന്നില്ല. ഒരു 15 വാട്ട്സിന്റെ ചാർജിങ് പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. ബാക്കിലും ലെതറിഡ് സീറ്റുകളാണ്. സെന്റർ ആംറെസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ അത് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് ഇപ്പം എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നീറും ബാലൻസ് കാണാം. സപ്പോർട്ട് ചെയ്തിരിക്കുന്ന സീറ്റിന്റെ ഡിസൈൻ നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. സീറ്റിന്റെ ബാക്കിലുള്ള സീറ്റ് പോക്കറ്റ്സും കാണാനായിട്ട് പറ്റും. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും നമുക്കൊരു 4 സെന്റിമീറ്റർ അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. സൺറൂഫ് ഉണ്ട്, പക്ഷേ അതിന്റെ ഓപ്പണിംഗ് ഇവിടെ വരെ വരുന്നുള്ളൂ. നമ്മുടെ ഹെഡ്റൂമിൻസ് ഒന്നും നമുക്ക് കൺസേൺസ് വരുന്നില്ല. വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 2 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരിക്കാം. 3 പേർക്ക് ഓക്കെ. അതായത് സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ബെറ്റർ ആയിട്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്നത് പഞ്ച് അല്ലെങ്കിൽ പഞ്ച് EVയിലാണ്. ബാക്കിലേക്ക് നമുക്ക് പാഴ്സൽ ട്രേ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. അത് 2 വശത്തും നമുക്ക് വിത്ത് കോഡ് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ച് EVയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ വാഹനത്തിന് ലഭിച്ചിരിക്കുന്നത്. ഗ്ലോബൽ എൻക്യാപ്പിലും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്നതാണ് നമ്മുടെ പഴയ പഞ്ച്. അപ്പോൾ ഗ്ലോബൽ എൻക്യാപ്പിലും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്നതാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. ABS, EBD, ESP ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, പിന്നെ ഹിൽ ഹോൾഡ്, ഹിൽ ഡിസൈൻ കൺട്രോൾ, പിന്നെ 4 ഫ്രണ്ടിൽ മാത്രം ഡിസ്ക് ബ്രേക്ക്, TPMS, അങ്ങനെ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും പഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ ഇതൊരു ചെറിയ വാഹനമാണ്, മൈക്രോ SUV ആണ്. അതുകൊണ്ട് അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് ടാറ്റ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഇതിനകത്തുള്ള ബാറ്ററി പാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ടാറ്റ ഇപ്പോൾ 2 ബാറ്ററി പാക്കാണ് കൊടുത്തിരിക്കുന്നത്. പഴയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടാറ്റ അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്.
ഇപ്പൊ നമുക്ക് ബേസ് വേരിയന്റുകളിൽ വരുന്നത് 30 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കാണ്. 86 HP ആണ് അത് ഉത്പാദിപ്പിക്കുന്ന പവർ. ഒരു 154 Nm ടോർക്കും ഉത്പാദിപ്പിക്കുന്ന ഒരു മോട്ടറാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. റേഞ്ച് പറയുകയാണെങ്കിൽ ഒരു 365ഒക്കെയാണ് ARI സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. 250 കിലോമീറ്റർ റേഞ്ച് ഒക്കെ നമുക്ക് റിയൽ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇതിന് മുമ്പുണ്ടായിരുന്ന വാഹനത്തിൽ ഒരു 200-210 റിയൽ ലൈഫിൽ റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നു പഴയ 25 കിലോ വാട്ട് ബാറ്ററി പാക്കിൽ. ഇപ്പോൾ അത് എന്താണെങ്കിലും ഒരു 250 കിട്ടുമെന്ന് നമുക്ക് 100% എക്സ്പെക്ട് ചെയ്യാം. ഇനി ലോങ് റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ 40 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കാണ് കൊടുത്തിരിക്കുന്നത്. 125 HP ആണ് അതിന്റെ പവർ. 154 Nm ടോർക്കും തന്നെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ആ വാഹനം നമുക്ക്, അതായത് നമ്മൾ ഇപ്പോൾ റിവ്യൂ ചെയ്തിരിക്കുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് നമുക്ക് 0 to 100 9.1 സെക്കൻഡിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല പവർ ഫിഗർ തന്നെയാണ് ഇത്രയും ചെറിയ ഒരു വാഹനത്തെ സംബന്ധിച്ച്. റേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 468 ടാറ്റ പറയുന്ന റേഞ്ച്. പക്ഷേ റിയൽ ലൈഫ് റേഞ്ചും ടാറ്റ പറയുന്നുണ്ട് ഒരു 350 ആവറേജ് നമുക്ക് എന്താണെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. അത് നല്ല രീതിയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ 360-368 വരെയൊക്കെ കിട്ടുമെന്നാണ് ടാറ്റ പറയുന്നത്. ഈ വാഹനം നിങ്ങൾക്ക് DC ഫാസ്റ്റ് ചാർജിങ് ആണ് എങ്കിൽ, അതായത് ഈ ടോപ്പ് എൻഡ് വേരിയന്റ് 10 to 80% നിങ്ങൾക്ക് 56 മിനിറ്റും കൊണ്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഈ വാഹനത്തിൽ ഒരു 250 കിലോമീറ്റർ ഒക്കെ ഓടണമെങ്കിൽ, നിങ്ങൾ ചാർജ് ചെയ്ത് ഓടണമെങ്കിൽ ആ ഒരു 10 to 80%ലേക്കാണ് ചാർജ് ചെയ്യണമെങ്കിൽ മിനിമം 200-250 കിലോമീറ്റർ ഓടാൻ പറ്റും. അത് ചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു 56 മിനിറ്റ്സ് മാക്സിമം മതിയാകും. ഇനി ഈ വാഹനത്തിന്റെ വാറന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ശരിക്കും നമുക്ക് ഈ 30 കിലോ വാട്ട് ബാറ്ററി പാക്ക്, ബേസ് വേരിയന്റിൽ വരുന്ന 30 കിലോ വാട്ട് ബാറ്ററി പാക്കിന് 8 കൊല്ലം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ ആണ് ടാറ്റ കൊടുത്തിരിക്കുന്ന വാറന്റി. ഈ ടോപ്പ് എൻഡ് 40 കിലോ വാട്ട് ബാറ്ററി പാക്കിൽ വരുന്ന വാഹനത്തിനാണ് ലൈഫ് ടൈം വാറന്റി കൊടുത്തിരിക്കുന്നത്. അത് ബാറ്ററി പാക്കിന് മാത്രമാണ് ലൈഫ് ടൈം വാറന്റി. ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന മോട്ടറിന് ശരിക്കും 8 കൊല്ലം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ ആണ് വാറന്റി കൊടുത്തിരിക്കുന്നത്. വാഹനത്തിന് കൊടുത്തിരിക്കുന്ന വാറന്റി 3 കൊല്ലം അല്ലെങ്കിൽ 1,25,000 കിലോമീറ്റർ ആണ്. അത് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 2 ലക്ഷം കിലോമീറ്റർ കൊണ്ടുപോകാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാറന്റി ശരിക്കും 3 സ്റ്റേജ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിക്ക് ലൈഫ് ടൈം വാറന്റി, മോട്ടറിന് 8 കൊല്ലത്തെ വാറന്റി അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ, പിന്നെ വാഹനത്തിന് 3 ഇയർ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട്. ഇതിനകത്ത് ഏതാണോ ഫസ്റ്റ് കം, അതായത് കിലോമീറ്റർ ആണ് ആദ്യം വരുന്നത്, അത് കൺസിഡർ ചെയ്യും. ഇയർ ആണെങ്കിൽ ഇയർ കൺസിഡർ ചെയ്യും. ആ രീതിയിലാണ് അത് വരുന്നത്. അത് എല്ലാ വാഹനത്തിലും കോമൺ ആണ്. ഇതിന്റെ ചാർജിങ് ടൈമും കൂടി നമുക്കൊന്ന് നോക്കാം. അതും പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ വീട്ടിലെ ഹോം ചാർജറിലാണ് ഇത് ചാർജ് ചെയ്യുന്നത് എങ്കിൽ 30 കിലോ വാട്ട് ബാറ്ററി പാക്ക് ചാർജ് ആവാനായിട്ട് നിങ്ങൾക്ക് 12 മണിക്കൂറും 40 കിലോ വാട്ട് ചാർജ് ആവാനായിട്ട് 15 മണിക്കൂറും 14.8 മണിക്കൂറുമാണ് എടുക്കുന്നത്. അതൊരു AC ഫാസ്റ്റ് ചാർജർ ആണ് എങ്കിൽ, നമുക്ക് വീട്ടിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന AC ഫാസ്റ്റ് ചാർജർ ആണ് എങ്കിൽ 30 കിലോ വാട്ട് ചാർജ് ചെയ്യാൻ 4.5 മണിക്കൂറും 40 കിലോ വാട്ട് ചാർജ് ചെയ്യാൻ 5.3 മണിക്കൂറാണ് എടുക്കുന്നത്. ഇനി DC ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ നിങ്ങൾക്ക് 20 to 80% ചാർജ് ആവാനായിട്ട് 30 മിനിറ്റ് എടുക്കുള്ളൂ. അത് നമ്മളുടെ ലോങ് റേഞ്ച് വേർഷനിലാണ് ആ ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിന്റെ പ്രൈസിലേക്ക് പോകാം. പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ 5 വേരിയന്റ് ആണ് വരുന്നത്. ബേസ് വേരിയന്റ് സ്മാർട്ട് ആണ്. അത് 30 കിലോ വാട്ട് ബാറ്ററി പാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഇൻട്രൊഡക്ഷൻ പ്രൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 9,69,000 രൂപ. എക്സ് ഷോറൂം പ്രൈസും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 10,56,000 രൂപ. അതൊരു ബെസ്റ്റ് ഡീല് തന്നെയാണ്. 10 ലക്ഷം രൂപയ്ക്ക് ഒരു EV വാഹനം, അതും 250 കിലോമീറ്റർ ഓടാൻ പാകത്തിനുള്ളത്, അതൊരു ബെസ്റ്റ് ഡീലാണ്. ഇനി സെക്കൻഡ് വേരിയന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സ്മാർട്ട് പ്ലസ് വേരിയന്റ് ആണ്. അതിനകത്ത് 30 കിലോ വാട്ടും 40 കിലോ വാട്ട് ബാറ്ററി പാക്കും വരുന്നുണ്ട്. അതായത് ലോങ് റേഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മാർട്ട് പ്ലസ് ആണ്. നമ്മളുടെ ലോ റേഞ്ച് അല്ലെങ്കിൽ 30 കിലോ വാട്ട് ബാറ്ററി പാക്കിന്റെ ടോപ്പ് എൻഡ് വേരിയന്റും ഈ സ്മാർട്ട് പ്ലസ് വേരിയന്റ് ആണ്. ഇനി 30 കിലോ വാട്ട് ബാറ്ററി പാക്ക് കഴിഞ്ഞാൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 11,40,000, 40 കിലോ വാട്ടിന് 12,21,000 രൂപയും. 12-21 നിങ്ങൾക്ക് ഒരു 350 കിലോമീറ്റർ ഓടാൻ പറ്റും. ഇനി ഈ സ്മാർട്ട് പ്ലസ് വേരിയന്റില് ലോ റേഞ്ചും ലോങ് റേഞ്ചും, അതായത് മിഡ് റേഞ്ചും ലോങ് റേഞ്ചും തമ്മിലുള്ള പ്രൈസിന്റെ ഡിഫറൻസ് 80,000 രൂപയാണ്. 11,40,000, 12,21. 80,000 കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഒരു 80 കിലോമീറ്റർ ഓരോ സിംഗിൾ ചാർജിലും ഓടാനായിട്ടുള്ള ലോങ് റേഞ്ച് വാഹനം ലഭിക്കും. ഇനി അഡ്വഞ്ചർ വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് 40, പിന്നെ അഡ്വഞ്ചർ എംപവേർഡ് പ്ലസ് എല്ലാം 40 കിലോ വാട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അഡ്വഞ്ചർ 40ക്ക് 12,98, എംപവേർഡ് 40ക്ക് 13,74. നിങ്ങളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വാഹനത്തിന് 14,07,000 രൂപയുമാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ടാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പെരുമ്പാവൂരുള്ള ഗൂഗിളും ടാറ്റയുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. പഞ്ച് EV എന്നല്ല, ടാറ്റയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും, പുതിയ പഞ്ച് പെട്രോൾ ആയിക്കോട്ടെ, CR ആയിക്കോട്ടെ, അല്ലെങ്കിൽ നെക്സോൺ EV ആയിക്കോട്ടെ, ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.